പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നത് മാസഫലമാകുന്നു. സൂര്യൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് പ്രവേശിക്കുന്നത്? 1200 മിഥുനമാസം 1-ാം തീയതി ഞായറാഴ്ച, അതായത് 2025 ജൂൺ 15-ാം തീയതി രവിവാരം ഞായറാഴ്ച കാലത്ത് 6:45 സൂര്യൻ മിഥുനമാസത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ പ്രവേശിക്കുന്ന ദിനം കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു, തിരുവോണം നക്ഷത്രമാകുന്നു. സൂര്യൻ ഒരു മാസക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുക, 32 ദിവസം വരെ നിൽക്കും. മിഥുനം, കർക്കിടകം മാസങ്ങളൊക്കെ പ്രായേണ 32 ദിവസങ്ങൾ കാണാം. മകരം, കുംഭമൊക്കെ 30-29 ദിവസങ്ങളും കാണാം. നമ്മൾ ഇംഗ്ലീഷിലെ ഫെബ്രുവരി മാസം പോലെ തന്നെ. ഇവിടെ സൂര്യൻ മിഥുനത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഒരു വർഷക്കാലം സൂര്യൻ തൻ്റെ ശത്രുക്ഷേത്രത്തിലായിരുന്നു നിന്നത്, ശുക്രക്ഷേത്രത്തിലെ ഇടവത്തിൽ. ഇവിടെ ബുധക്ഷേത്രത്തിലാണ്. സൂര്യന് ബുധൻ സമനാണ്, പക്ഷെ ബുധന് സൂര്യന് സുഹൃത്താണ്. പക്ഷെ പലപ്പോഴും മിഥുനത്തിലെ സൂര്യൻ വളരെയധികം നല്ല ഫലങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏറ്റവും നല്ലൊരു സമയമാകുന്നു. ആർക്കൊക്കെ? സൂര്യൻ്റെ ആശ്രയഫലത്തിൽ വിദ്യാ ജ്യോതിഷ വിത്തവാൻ, വിദ്യ കൊണ്ട് ധനമുണ്ടാവുക, ജ്യോതിശാസ്ത്രങ്ങൾ, താന്ത്രികം, മാന്ത്രികം, ജ്യോതിഷവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, എല്ലാ തരത്തിലുള്ള വിദ്യ കൊണ്ടും ധനമുണ്ടാവുക, വിത്തവാൻ, അങ്ങനെ ധനികനാവും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ആ സൂര്യൻ ഏതെല്ലാം രാശികളിൽ നിന്നാൽ എന്തൊക്കെ പ്രയോജനങ്ങൾ ആർക്കൊക്കെ സംഭവിക്കുമെന്നാണ് നാം ചിന്തിക്കുന്നത്. ഈ ഒരു മാസക്കാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ശോഭനമായ നല്ല ഒരു അനുഭവങ്ങൾ സൂര്യൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേടം മുതൽ മീനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മേടൻ രാശി. ഇവിടെ മേടൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് അതിശക്തമായ 3-ാം ഭാവത്തിലാണ്. 3-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും നിൽക്കുമ്പോൾ ബുധനൊഴിച്ചുള്ള ശുഭഗ്രഹങ്ങൾ ദോഷഫലത്തെ പ്രദാനം ചെയ്യും, ഗുണം തരില്ല. പാപഗ്രഹങ്ങൾ 3-ാം ഭാവത്തിൽ വളരെ നല്ലതാണ്. അത് സൂര്യൻ വന്നാലും ചൊവ്വ വന്നാലും ശനി വന്നാലും രാഹു വന്നാലും കേതു വന്നാലും വളരെ ഗുണമാണ്. എന്തുകൊണ്ടാണ് ഈ 5 ഗ്രഹങ്ങളെ ഞാൻ പറഞ്ഞത്? ഈ 5 ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളാകുന്നു. ഇവിടെ സൂര്യനും ചൊവ്വയും ശനിയും നിൽക്കുമ്പോൾ വരാഹമിഹിരാചാര്യൻ പറഞ്ഞിരിക്കുന്ന നല്ല ഫലമാണ് മതി വിക്രമവാൻ. ഇതാ, ഈ വ്യക്തി ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും, ബൗദ്ധിക തലത്തിലും അപ്രകാരം തന്നെ വിക്രമം, പരാക്രമത്തിലും മുൻപിട്ട് നിൽക്കും ഈ വ്യക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ മേടൻ രാശിക്കാർക്ക് വളരെ നല്ല ഫലമാണ് ഈ ആദിത്യൻ പ്രദാനം ചെയ്യുക. പക്ഷെ അതിൻ്റെതായ ദോഷങ്ങളും നമുക്ക് കാണാം. പാപഗ്രഹങ്ങളാണ്. പാപഗ്രഹങ്ങൾ ഓരോ ഭാവത്തിലും നിന്നുകൊണ്ട് നന്മകൾ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ചില ബാഡ് ഇമ്പാക്ട്സും ഉണ്ടാകാം. 3-ാം ഭാവം എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം. ധൈര്യം, വീര്യം ച ദുർബുദ്ധി, സഹോദര പരാക്രമവും ദക്ഷകർണ സഹായവും ച ചിന്തനീയ സ്ത്രീയതഃ. ധൈര്യം, വീര്യം, ദുർബുദ്ധി, സഹോദരങ്ങൾ, തൻ്റെ പരാക്രമം, ദക്ഷകർണ സഹായവും ച, തൻ്റെ സഹായികൾ, തൻ്റെ ദക്ഷകർണം, തൻ്റെ വലത്തെ ചെവി, ഇതൊക്കെയാണ് 3-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ഇവിടെ 3-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ സഹോദരങ്ങൾക്ക് അത് ഗുണമായി വരില്ല. ഇവിടെ നാം ചിന്തിക്കേണ്ടത് മേടൻ രാശിക്കാർക്ക് സൂര്യൻ ഏത് ഭാവത്തിൻ്റെ അധിപനാണെന്ന് ചിന്തിക്കണം. മേടൻ രാശിക്കാർക്ക് സൂര്യൻ ചിങ്ങൻ രാശിയുടെ അധിപനാണ്. ചിങ്ങം മേടത്തിൽ നിന്നും 5-ാം ഭാവാധിപനാണ്. അതിനാൽ 5-ാം ഭാവത്തിനെ പറ്റിയുള്ള എല്ലാം നമുക്ക് ഈ ഒരു മാസക്കാലം ചിന്തിക്കണം. എന്താണ് 5-ാം ഭാവം? പ്രജ്ഞാ, മേധ, പ്രതിഭ, ബുദ്ധി, പ്രതിഭ, ബുദ്ധിയുടെ പൂർണ്ണത, വിവേകശക്തി, പുരാതനം, പുണ്യം, പൂർവികമായ പുണ്യം, നല്ലതും തിന്മയും തിരിച്ചറിയുവാനുള്ള ശക്തി, മന്ത്ര, അമാത്യ, തനൂജാഹ, പഞ്ചമത, സൗമനസ്യമഭി ചിന്ത്യം, നല്ല മനസ്സ്, മന്ത്രം ഉപദേശിക്കുക, മന്ത്രിയാവുക, മന്ത്രിപ്പണി ചെയ്യുക, തൻ്റെ സന്താനങ്ങൾ, ഇതൊക്കെയാണ് 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. അതിനാൽ 5-ാം ഭാവാധിപനായ സൂര്യൻ 3-ൽ നിൽക്കുന്നത് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണമാണ്. ചമത്കാരി ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: തൃതീയേ യഥാ അഹർമണി ജന്മകാലേ പ്രതാപാധികം വിക്രം ച ആദനോതി. അഹർമണി, പകലിൻ്റെ മണിയായ സൂര്യൻ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ
അങ്ങേറ്റം പ്രതാപം പ്രകടിപ്പിക്കുന്നു. പ്രതാപാധികം, പ്രതാപത്തിൻ്റെ ആധിക്യം ഉണ്ടാകുന്നു. വിക്രമം പരാക്രമവും പ്രാപിക്കുന്നു ആ വ്യക്തി. തഥാ സോദരേഹീതപ്യതേ, തൻ്റെ സഹോദരനാൽ തനിക്ക് ദുഃഖം വരുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. മുന്നിൽ സൂര്യൻ നിൽക്കുമ്പോൾ സഹോദരഭാവത്തിന് ദോഷമാണ്. തീർത്ഥചാരി, ഇദ്ദേഹം ധാരാളം തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കും, ധാരാളം ദേശങ്ങൾ സഞ്ചരിക്കുവാനുള്ള തീർത്ഥാടകൻ. ആസ് എ പിൽഗ്രിം ഹി ക്യാൻ ട്രാവൽ എ ലോട്ട് ഓഫ് പിൽഗ്രിമേജ്. സദാ അരിക്ഷയം സങ്കരേശം നരേശാത്, തൻ്റെ ശത്രുവിനെ താൻ നശിപ്പിക്കുന്നു. മൂന്നാം ഭാവം വിക്രമഭാവമാണ്. തൻ്റെ പരാക്രമത്തിലൂടെ ശത്രുവിനെ താൻ ഓടിപ്പിക്കുന്നു, നശിപ്പിക്കുന്നു. ശത്രു സംഹാരത്തിന് ഏറ്റവും നല്ല മാസമാണിത്. ഷം നരേശാത്, യുദ്ധത്തിൽ ശത്രുവിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. രാജാവിൽ നിന്ന് തനിക്ക് ധനം ലഭിക്കുന്നു. അതിനാൽ വലിയ വലിയ ദൗത്യങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ വരുമ്പോൾ അവിടെ തൻ്റെ പ്രാഗൽഭ്യം, കഴിവ്, ഇത് പുറത്ത് മറ നീക്കി പുറത്ത് വരുത്തേണ്ടുന്ന സമയമാണ്. അത് പൊളിറ്റിക്സിലായാലും രാഷ്ട്രീയത്തിലായാലും രാഷ്ട്രങ്ങൾ തമ്മിലായാലും വ്യക്തിപരമായ വിഷയത്തിലായാലും തൻ്റെ വീട്ടിലും തൻ്റെ മേധാവിത്വം, ആധിപത്യം തനിക്ക് ലഭിക്കേണ്ടുന്ന അസുലഭമായ ഒരു സമയം ഈ സൂര്യൻ പ്രദാനം ചെയ്യും. മേടൻ രാശിക്കാർ തങ്ങളുടെ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും ഈ ഒരു മാസക്കാലം. അതിനാൽ അവരുടെ പേരിൽ മൃത്യുഞ്ജയ അർച്ചനയോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ നോക്കുന്നത് 9-ാം ഭാവത്തിലേക്കാണ്. 9-ാം ഭാവം പിതാവാണ്. അച്ഛൻ്റെ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു മാസക്കാലം. ഏതായാലും തൻ്റെ കർമ്മ മേഖലയ്ക്കും താൻ ഉൾപ്പെടുന്ന തൻ്റെ പ്രവർത്തന മണ്ഡലത്തിലും ഒരു നവ ഊർജം പ്രദാനം ചെയ്യും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ, ഒരു സംശയവുമില്ല. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാരും അതിശോഭനമായ ഒരു മാസക്കാലം ആശംസിക്കുന്നു. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, പരമാവധി ശിവക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. അതിലൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു മാനസികമായ ശൈവമായ എനർജി പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.